ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓവർനൈറ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. എസ്പെഷ്യലി ഇത് നിങ്ങൾക്ക് ഒരു കോൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പലരും എന്നോട് പറയാറുണ്ട്, സാറേ ഞങ്ങൾ ഒരുപാട് നാൾ സ്നേഹിച്ചു, പ്രണയിച്ചു, നല്ല സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടായി, അപ്പോൾ അവൾ പറയുകയാണ് ഇനി അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ പോയി, ബ്ലോക്ക് ചെയ്ത് പോയി. ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഒന്ന് റെഡിയാവും, പക്ഷെ സംസാരിക്കാനാണെങ്കിൽ വിളിച്ചാൽ കിട്ടില്ല, ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, മെസ്സേജ് അയക്കാനോ അതും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ വളരെയധികം സങ്കടത്തിലായിരിക്കും. ആ നിമിഷം ചിലപ്പോൾ നമുക്ക് ആരടുത്തുണ്ടായിട്ടും കാര്യമില്ല, ഒരു കോൾ വന്നിരുന്നെങ്കിൽ, ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അത്തരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രാത്രിയാണ് ഇത് ചെയ്യേണ്ടത്, കിടക്കുന്നതിന് തൊട്ട് മുൻപ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ്. നിങ്ങൾക്കറിയാം, ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്. 55x5 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അഥവാ 55 തവണ എഴുതുകയാണ് ചെയ്യേണ്ടത്. അത് തുടർച്ചയായിട്ട് 5 ദിവസം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിക്കാനും, ആ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണോ നമ്മൾ എത്തിക്കുന്നത് അത് നമ്മുടെ കോൺഷ്യസ് തോട്ടായിട്ട് മാറുകയും അതിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി പ്രപഞ്ചത്തിലോട്ട് പോയിട്ട് ആ വ്യക്തിയിൽ മിസ്സിംഗ് ഉണ്ടാക്കി ആ വ്യക്തി നമ്മളെ വിളിക്കുകയും ചെയ്യും, മെസ്സേജ് അയക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആ ഒരു സ്പെല്ലുണ്ട്, ആ സ്പെല്ലാണ് നിങ്ങൾ 55 തവണ 5 ദിവസം എഴുതേണ്ടത്. ഏതാണ് എന്നുള്ളത് പറയാം. ആദ്യം ആ വ്യക്തിയുടെ പേരാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ അർജുനാണെങ്കിൽ അർജുൻ, കൈനയാണെങ്കിൽ കൈന, ചിത്രയാണെങ്കിൽ ചിത്ര, അങ്ങനെ ഒരു പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഒരു പേരല്ല, സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആരിൽ നിന്നാണോ കോൾ പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിയുടെ പേര്. ഇനി ആ വ്യക്തിയെ നിങ്ങൾ വേറെ എന്തെങ്കിലും നിക്നെയിമാ വിളിക്കുന്നതെങ്കിൽ ആ പേര് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കോൾ മീ നൗ എന്നുള്ളതാണ് നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ, ചിത്ര കോൾ മീ നൗ. അപ്പൊ ആ ചിത്ര എന്നുള്ള പേര് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ കുറിച്ചിടുക, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി മെസ്സേജ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ചിത്ര മെസ്സേജ് മീ നൗ എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, എത്ര ദിവസം എഴുതണം? 5 ദിവസം. ഒരു ദിവസത്തിൽ എത്ര തവണ എഴുതണം? 55 തവണ എഴുതണം. എപ്പോഴാണ് എഴുതേണ്ടത്? രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ്. ഓരോ ദിവസവും കിടക്കുന്ന സമയത്തിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്താണ് നിങ്ങളിത് റൈറ്റ് ഡൗൺ ചെയ്യേണ്ടത്. പിന്നെ ഒരു ദിവസവും മുടങ്ങാതെ ചെയ്യണം. 5 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്താൽ എന്ത് ചെയ്യും? വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങണം. ക്ലിയർ ആയോ? നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഉള്ളിൽ വരുന്ന സംശയങ്ങൾക്ക്. ഇനി അഡീഷണൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.